വെൽക്കം ബാക്ക് ടു ലേണിനോ. ഈ വർഷത്തെ കീം എക്സാമിനെ കുറിച്ചുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ഈ മാസം 20th കൂടി ആയിരിക്കും നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് ആ സമയത്തോടു കൂടി നമുക്ക് ആപ്ലിക്കേഷനും സ്റ്റാർട്ട് ചെയ്യും. എക്സാം വരുന്നത് നമുക്ക് മെയ് 15th മുതലായിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഒരുപാട് മാറ്റങ്ങളാണ് ഈ വർഷത്തെ കീം എക്സാമിനുള്ളത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ വർഷം പേപ്പർ ആൻഡ് പെൻ മോഡിലുള്ള എക്സാം ആണെന്നുണ്ടെങ്കിൽ ഈ വർഷം മുതൽ CBT മോഡൽ എക്സാം ആയിരിക്കും. CBT എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും. അത് തന്നെയാണ് ഏറ്റവും വലിയൊരു മാറ്റം എന്ന് പറയുന്നത്. അപ്പോൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷങ്ങളൊക്കെ ഒറ്റ ദിവസമായിരുന്നു എക്സാം എന്നുണ്ടെങ്കിൽ ഈ വർഷം നമുക്ക് ഒറ്റ സിംഗിൾ ഡേയിൽ എല്ലാവർക്കും എക്സാം എന്നുള്ള ഒരു രീതിയിലായിരിക്കില്ല. അപ്പൊ മെയ് 15 മുതൽ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു 7 ദിവസം അല്ലെങ്കിൽ 10 ദിവസം കൊണ്ടായിരിക്കും എല്ലാവരുടെയും എക്സാം കഴിയുന്നത്. ഓക്കെ, കാരണം നമുക്ക് അത്രയും സിസ്റ്റംസ് വേണം കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കുമ്പോൾ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ നോർമലൈസേഷൻ ഒക്കെ ഉണ്ടാവും. അതിനനുസരിച്ചിട്ടായിരിക്കും അനാലിസിസ് കഴിഞ്ഞിട്ടായിരിക്കും റിസൾട്ട് കാര്യങ്ങളും വരുന്നത്. അപ്പൊ ഏറ്റവും വലിയ ഒരു മാറ്റം കഴിഞ്ഞ വർഷത്തിൽ നിന്നും ഈ വർഷത്തെ എക്സാം എന്ന് പറയുന്നത് CBT ബേസ്ഡ് ടെസ്റ്റ് തന്നെയായിരിക്കും. പിന്നെ നമുക്ക് കഴിഞ്ഞ വർഷം നമുക്കറിയാം ഫിസിക്സ് കെമിസ്ട്രി ഒരു പേപ്പർ, മാത്സ് ഒരു പേപ്പർ എന്നുള്ളത് മാറിയിട്ട് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഒരുപക്ഷെ ഒരു സിംഗിൾ പേപ്പർ ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ കറക്റ്റ് ആയിട്ടുള്ള ഒരു പിക്ചർ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് അറിയാം ഓരോ പേപ്പർ നമുക്ക് എത്ര മാർക്ക്, എങ്ങനെയുള്ള കാര്യങ്ങൾ, ആ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കാര്യങ്ങളൊക്കെ. ഇനി ഈ CBT ബേസ്ഡ് എക്സാം ആവുമ്പോൾ തന്നെ നമുക്ക് എക്സാം കറക്റ്റ് ആയിട്ട് എഴുതാനായിട്ട് നല്ല രീതിയിൽ നമ്മൾ മോക്ക് ടെസ്റ്റുകളൊക്കെ അറ്റംപ്റ്റ് ചെയ്ത് പഠിക്കുക തന്നെ വേണം. അപ്പോൾ നമ്മൾ ലേണിനോയിൽ നമ്മൾ ടെസ്റ്റ് സീരീസ് ഇപ്പോൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ബോർഡ് എക്സാം ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ ബോർഡ് എക്സാം ഒക്കെ എഴുതുമായിരിക്കും. ഇപ്പോൾ ബോർഡ് എക്സാം കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ടെസ്റ്റ് സീരീസ് നിങ്ങൾക്ക് നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് അതിൽ നിന്ന് പർച്ചേസ് ചെയ്ത് നോക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടൈം ലിമിറ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൈമിനകത്ത് നമ്മൾ മുന്നേ നമ്മൾ പേപ്പർ ബേസ്ഡ് ആണ്, പേപ്പർ പെൻ ബേസ്ഡ് നമ്മൾ എക്സാം എഴുതുന്നതിൽ നിന്ന് വ്യത്യസ്തമാണ് നമ്മൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എഴുതുമ്പോൾ. അപ്പൊ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആ എക്സാം നല്ല രീതിയിൽ എഴുതാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അതിനു വേണ്ടി നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ടെസ്റ്റ് സീരീസ് പർച്ചേസ് ചെയ്ത് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മളുടെ ചാനലിൽ ഓൾറെഡി അവൈലബിൾ ആണ്. ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചാനലിൽ പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് +1ന്റെയും +2ന്റെയും കംപ്ലീറ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സിന്റെ ലെക്ചേഴ്സും MCQസും എല്ലാം തന്നെ അവൈലബിൾ ആണ്. നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിലാണെങ്കിൽ നിങ്ങൾക്ക് ക്വിസ് മോഡിൽ ഒരുപാടധികം ചോദ്യങ്ങൾ അവൈലബിൾ ആണ്. അപ്പൊ നമ്മുടെ ടെസ്റ്റ് സീരീസും അതല്ലെങ്കിൽ നമ്മുടെ മെന്റർഷിപ്പോട് കൂടിയിട്ടുള്ള നമ്മുടെ കോഴ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിന് പർച്ചേസ് ചെയ്യാം. ഓക്കെ, ടീമുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് ന്യൂസ് നിങ്ങൾക്ക് എത്തിക്കാൻ നമ്മൾ ലേണിന് ഒരുങ്ങി കഴിഞ്ഞു. നമ്മുടെ ചാനലിനെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. താങ്ക് യു.